കേരള സ്കൂൾ കായികമേള ആവേശമാണ് എല്ലായിടത്തും. ഇപ്പോൾ ഇന്ന് സമാപനം കുറിക്കുകയാണ്. അപ്പോൾ ഇത്തവണ മത്സരം കാണാനും വമ്പൻ കുറേ പേരെത്തുന്നുണ്ട്. അതിലൊരു പ്രധാനിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവനാണ്. വളരെ നമ്മുടെ കുട്ടികൾ, ഭാവിയുടെ താരങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളത് വലിയ അതെ ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടുന്നാണല്ലോ കായിക താരങ്ങളെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരേണ്ടത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ അടിപൊളിയായിട്ട് ചെയ്താൽ തീർച്ചയായും അവരെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു കായികമേളയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണ കഴിഞ്ഞ തവണ തൊട്ടാണ് ഈ പറഞ്ഞ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഒളിമ്പിക്സ് മാതൃകയിൽ നടത്താൻ സാധിക്കുക. അപ്പോൾ പണ്ടൊക്കെ ക്രിക്കറ്റൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ നടക്കുന്നത് കൃത്യമായി അറിയുന്നുണ്ട് സംസ്ഥാന മേളകൾ. സജനയ്ക്ക് പേഴ്സണൽ സന്തോഷം തവണ വയനാട് ചാമ്പ്യന്മാരായി എന്നുള്ളതാണ്. അതെ, തീർച്ചയായും. പിന്നെ ക്രിക്കറ്റിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാനും അത്ലറ്റിക്സ് ഫീൽഡിലായിരുന്നു. ഏതായിരുന്നു ഇവന്റെ 1500 ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിലേ, പിന്നെ ഒട്ടുമിക്ക എല്ലാം ചെയ്തിട്ടുണ്ട്. ഹഡിൽസ്, ജാവലിൻ, ഷോട്ട് പുട്ട്, ഹൈ ജമ്പ്. അതിൽ ഹൈ ജമ്പിലും ഷോട്ടിലും ജാവലിനുമാണ് ഞാൻ ചെയ്തിരുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നത്. അപ്പം മുള്ളൻകൊല്ലിയിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു ജില്ലാതല മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടെ സ്റ്റേറ്റിൽ ഒരു തവണ ജാവലിങ്ങിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ വന്നപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് കാണണം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് എന്തൊക്കെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളതെന്ന്. മാറ്റമുണ്ടോ? തീർച്ചയായും. സിന്തറ്റിക് ട്രാക്കുകൾ, കാര്യങ്ങൾ, നമ്മളൊക്കെ നോർമൽ ഗ്രൗണ്ടുകളിലാണ് ഓടിക്കൊണ്ടിരുന്നത്. സോ ഫെസിലിറ്റീസ് എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ അതെല്ലാം പിള്ളേർ യൂസ് ചെയ്താൽ, പിന്നെ ആ ഹാർഡ് വർക്ക്, നമ്മളുടെ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ മത്സരിച്ച എല്ലാവർക്കും ഭാവിയിൽ നല്ലൊരു റെക്കോർഡ് ഇടാൻ സാധിക്കും. ക്രിക്കറ്റിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വലിയ ആവേശ പോരാട്ടങ്ങളാണ് പുരുഷ വിഭാഗത്തിലാവട്ടെ വനിതാ വിഭാഗത്തിലൊക്കെ തന്നെ കണ്ടത്. അപ്പോൾ ഞാൻ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് 3 ദേശീയ താരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കൂടുതൽ താരങ്ങൾ വരുന്നതിന്റെ ഒരു സൂചന അവിടെ കണ്ടോ? തീർച്ചയായും. പിള്ളേരെല്ലാം നമ്മുടെ കൃഷ്ണഗിരിയിൽ പ്രാക്ടീസ് ചെയ്ത പിള്ളേരുണ്ട്. അപ്പോൾ എല്ലാവരും ക്രിക്കറ്റ് ഇപ്പോൾ കുറച്ചുകൂടെ, വുമൻസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ തീർച്ചയായും അവരുടെ ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഭാവിയിൽ വയനാട്ടിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇനിയും ഉണ്ട്. കേരളത്തിൽ നിന്ന് അതെ, വയനാട്ടിൽ നിന്ന് സ്പെഷ്യലി എൻ്റെ നാടായതുകൊണ്ട് പറയാം. അപ്പോൾ അവിടെ നിന്നും നമ്മളെ കേരളത്തിൽ അഭിമാനമാക്കുന്ന ഒരുപാട് താരങ്ങൾ ഇനിയും വരും. ഈ പറഞ്ഞ പോലെ തന്നെ കേരള ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവനാണ് നമ്മളോട് സംസാരിച്ചത്. സജന പഴയ അത്ലറ്റ് കൂടിയാണെന്ന് അറിഞ്ഞതിൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും അപ്പോൾ അത് കാണാനും വന്നപ്പോൾ വളരെയധികം സന്തോഷമൊപ്പം തന്നെ സജനയ്ക്ക് ഇനി സൗത്ത് സോൺ മത്സരങ്ങളിലേക്കൊക്കെ തന്നെ പോവുകയാണ്. അവിടെയും സജന തിളങ്ങട്ടെ, കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാനമായി തുടരട്ടെ എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസു, 24.